ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2411. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി 219-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു തന്റെ സുവിശേഷത്തിലൂടെ സ്നേഹത്തിന്റെ നല്ലൊരു അർത്ഥം കാണിച്ചു തരുന്നുണ്ട്, മാതൃകയായി പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്നേഹത്തിന് നൽകൽ എന്നൊരു അർത്ഥമുണ്ടത്രേ. നൽകുക. അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം തന്റെ ഏകജാതനെ നമുക്ക് നൽകിയെന്നും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് അവൻ തന്റെ ഏകജാതനെ നമുക്ക് നൽകി. ഒരാള് പറയുകയാണ്, അല്ലെങ്കിൽ അയാൾ വിചാരിക്കുകയാണ് താൻ ഒരുപാട് സ്നേഹത്തിലാണെന്ന്. പക്ഷേ അതൊന്ന് തെളിയിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. എന്നാലും സ്വയം ഒന്ന് ബോധ്യപ്പെടാനായിട്ട് ഒന്ന് അളന്നെടുക്കേണ്ടി വന്നാൽ ആൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനും ഇങ്ങനെ വല്ലാതെ അഭിമാനിക്കുന്നുണ്ട്, ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന്. അതൊരു കളവാണ് എന്ന് തിരിച്ചറിയുമ്പോഴെങ്കിലും ഉള്ള സ്നേഹമൊന്ന് അളന്നെടുക്കാനായിട്ട് നിർബന്ധിതനാവുന്നുണ്ട്. ഒരാൾ എത്ര സ്നേഹത്തിലായിരിക്കുന്നു എന്നതിന്റെ അളവ് അയാൾ നൽകുന്നു എന്നതിന്റെ അളവുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ പലപ്പോഴും വല്ലാതെ തല കുനിക്കേണ്ടി വരുന്നുണ്ട്. എനിക്കും ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം നൽകുന്നു എന്നുള്ളതാണ്. നസറേത്തിലെ ആ പാവം മരപ്പണിക്കാരൻ, യേശുവിന്റെ ജീവിതം വെറും നൽകലിന്റെ പൂർണ്ണതയായിരുന്നു, സാഫല്യമായിരുന്നു. നൽകുക എന്ന് പറയുമ്പോഴും അതിങ്ങനെ കേൾക്കുമ്പോഴും എന്നിലും എല്ലാവരിലും ഉണ്ടാവുന്ന വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്നറിയാം? സ്വന്തം കീശയിലെ പണവുമായി ബന്ധപ്പെട്ട് ആണെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു 10-ന് മീതെ കാര്യങ്ങൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതില് 10-ാമത്തേതോ അല്ല അതിനുമപ്പുറത്തുള്ള ഒരു സാധനം മാത്രമായി പണം മാറുന്നുണ്ട് കേട്ടോ. വാലറ്റിലുള്ള പണവുമായി ബന്ധപ്പെട്ടാണ് നൽകൽ എന്നൊരു തെറ്റിദ്ധാരണ എങ്ങനെയോ നമ്മൾ വല്ലാതെ വളർന്നിട്ടുണ്ട്. നൽകലിന്റെ ഗ്രഹപാഠങ്ങളില് അതൊരു ചെറിയ പാഠം മാത്രമാണ്. എന്തുമാത്രം രീതിയിൽ എനിക്കെന്റെ ഉദാരത മറ്റൊരാൾ വെളിപ്പെടുത്താൻ പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ എന്നെ തന്നെ നൽകുക എന്നുള്ളതാണ്. അതെവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നൽകൽ എന്ന് പറയുമ്പോൾ അവനവനെ തന്നെ പൂർണ്ണമായിട്ട് നൽകുക. സ്വന്തം വീടിനകത്ത് നിന്ന് അത് ആരംഭിക്കേണ്ടതാണ്. അമ്മയോർമ്മകളിലൂടെ നമ്മളിങ്ങനെ ഓഗസ്റ്റ് 15-ലെ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു വീടിന് അമ്മയെ തന്നെ നൽകുന്നില്ലേ? സ്വന്തം അമ്മമാരെ നോർത്താലും മതി. അതെ, കണ്ണു നിറയുന്നുണ്ട്, വല്ലാതെ അനുതാപം തോന്നുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ആമേൻ.